അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചക്കല്ലാത്ത കാലത്ത് നമുക്ക് ചക്ക കൂട്ടാൻ കഴിക്കാൻ കൊതിയായാൽ നമ്മൾ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ അത് ഒരു 10 മാസം മുമ്പ് ശേഖരിച്ചിട്ട് ചക്ക ആണ്. അത് ഫ്രീസറിൽ ഞാൻ കവറിലാക്കിയിട്ട് അതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് ചുള മാത്രം എടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നു. അതാണ് ഈ കാണുന്നത്. ഇതാ ഒരു കുഴപ്പമില്ല. അതിന് നമ്മൾ സാധാ പച്ച ചക്ക മുറിച്ച് വെക്കണ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും. നന്നായിട്ട് ഐസായിട്ടുണ്ട്. ഇപ്പോൾ 10 മാസം കഴിഞ്ഞു ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട്, ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഞാൻ ചക്ക വാട്ടിയിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണാം. നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചക്ക കൂട്ടാൻ കഴിക്കാം ചക്കല്ലാത്ത കാലത്ത്. അപ്പം ചക്കച്ചുള നമ്മൾ പുറത്തെടുത്ത് വെച്ച് ഐസൊക്കെ പോയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും വെള്ളവും മഞ്ഞളും ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ചീറ്റിച്ചെടുക്കുന്നുണ്ട്. സാധാ നമ്മൾ ചക്ക കൂട്ടാൻ വെക്കണ ആ രീതിയിൽ തന്നെ തീ വെച്ചിട്ട് അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകം വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക കുക്കറിൽ വെന്തിട്ടുണ്ട്. ഇനി ഇത് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് കടുക് ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് കൂട്ടാനാക്കി എടുക്കാം. ഇനി ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പും ഇട്ടിട്ട് നമുക്ക് ഈ വെന്ത കൂട്ടാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. ഞങ്ങൾ ചക്ക കൂട്ടാൻ വെക്കൽ ജീരകം തേങ്ങയൊക്കെ അരച്ച് ഉടച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ചിലരത് അങ്ങനെ ഉടക്കാതെ ആണ് ഉണ്ടാക്കാറ്. ഞങ്ങൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഉടക്കും. എന്നിട്ടാണ് തേങ്ങ അതിലിട്ടിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയേ ചെയ്യുള്ളൂ. അപ്പം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ വിളമ്പി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ പച്ചച്ചക്ക കഴിക്കണ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാൻ ഉണക്കി വെച്ച ചക്ക ഉണ്ടാക്കണ രീതിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ചക്കൻ്റെ സീസണിൽ നല്ല ചക്ക ഉണ്ടാകുന്ന സീസണിൽ ആർക്കും ഒന്നും വേണ്ടി വരില്ല. ചക്ക കൂട്ടാനും വേണ്ടി വരില്ല, ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ആ സമയത്ത് ഇതേപോലെയൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് ചക്കല്ലാത്ത കാലത്ത് കഴിക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണക്കി വെച്ച ചക്ക ചുളയാണ്. ഇതും ഉണക്കി വെച്ച് കഴിഞ്ഞ് മാർച്ചിലൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചക്കക്കുരു ആവിയിൽ പുഴുങ്ങിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പാത്രം വെച്ചാണ്. ഇതുകൊണ്ട് പായസക്കൂട്ടാണത്. അതുകൊണ്ട് പായസം ഉണ്ടാക്കാം. അപ്പം ഉണക്കച്ചക്ക ഞാൻ കവറിലാക്കി വെച്ചത് ഇതേപോലെ ചെറുതായി പീസാക്കിയിട്ട് ആവിയിൽ വേവിച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. ചക്കക്കുരും തന്നെ ആവിയിൽ വേവിച്ചിട്ട് ഒന്ന് പൊടിച്ച് ഇട്ട് ഉണക്കിയിട്ട് കീസിലാക്കി വെച്ചതാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചക്കക്കുരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ ചക്കൻ്റെ ഉണക്കിയ ചക്ക ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ആണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമുക്കിത് പൊതിരുന്നത് വരെ നമുക്കൊന്ന് വെള്ളത്തിലിട്ടേക്കാം. അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. കഴുകിയിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാലും മതി. ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്കത് പൊതിർന്ന് കിട്ടും. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും നമുക്ക് കുറച്ച് സമയം അധികം വെള്ളത്തിലിട്ട് വെക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണ്. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. ഈ വെള്ളം ഒഴിവാക്കണ്ട. അപ്പം ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ടത് അതൊന്ന് പൊതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിലാണ് നമുക്കത് പൊതിർന്ന് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഈ ചക്കൻ്റെ ചുള നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ അതുപോലെ ആ ചവണിൻ്റെ ഭാഗം, ചക്കക്കുരുവിൻ്റെ ആ ചവണിൻ്റെ ഭാഗം അത് പെടുന്നത് ശ്രദ്ധിക്കണം. ഉണക്കുമ്പം അതിൻ്റെ ആ മുന്നിലെ ഭാഗങ്ങളൊക്കെ അരിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഉണക്കാൻ. ഇതിൻ്റെത് ചിലതൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. ഈ കളർ കാണുന്നതൊക്കെ ആ പിന്നെ ചക്കക്കുരുവിൻ്റെ ആ ഒരു ഇത് പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കയ്പ്പ് വന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഉണക്കിയെടുക്കുമ്പോൾ ആ ഭാഗം പെടാതെ ഉണക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഞാൻ ആ വെള്ളത്തിലിട്ട വെള്ളം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടത് കുക്കറിൽ ഒരു 10 മിനിറ്റോളം സിമ്മിലിട്ട് വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാൻ വേവിച്ച് ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകമൊക്കെ ചതച്ചിട്ട് ഉടച്ചിട്ട് നമുക്ക് കടുർത്ത് ഉപയോഗിക്കാം. നമുക്ക് ഗൾഫിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചക്ക എടുത്ത് വെക്കാം. ഇതേ രീതിയിൽ എടുത്ത് വെക്കാം. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഉണക്കച്ചക്കയും പച്ചച്ചക്കയൊക്കെ കൂട്ടാൻ വെച്ച് കൊടുത്തു. ക്വാറൻറ്റൈനിലാണ്. അപ്പം
ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചാൽ ഇപ്പോൾ ഈ ഗർഭിണികൾക്കൊക്കെ ചക്ക കഴിക്കാനൊക്കെ കൊതിയുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം, ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ എൻ്റെ 2 രീതിയിലുള്ള ചക്കക്കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചക്കക്കാലത്ത് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്